മാധവിക്കുട്ടിയുടെ ഏത് കഥയാണ് മഴ എന്ന സിനിമയ്ക്ക് അടിസ്ഥാനം? ഉത്തരം നഷ്ടപ്പെട്ട നീലാംബരി. കുടിയേറ്റ കർഷക ജീവിത ചിത്രീകരണം നടത്തുന്ന എസ്കെയുടെ നോവൽ? ഉത്തരം വിഷകന്യക. മലാലയുടെ ജീവിത കഥ പറയുന്ന സിനിമ? ഉത്തരം ഗുൽമക്കായ്. സംവിധായകൻ അംജദ് ഖാൻ. 2018 66ാമത് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന്റെ വിന്നർ? ഉത്തരം അമിതാഭ് ബച്ചൻ. ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ദ്വിതിരാജ് ഗോവിന്ദ് ഫാൽക്കെ. ആദ്യ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയത് ദേവിക റാണി 1969. ചലച്ചിത്ര രംഗത്തെ പരമോന്നത പുരസ്കാരമാണ് ദാദാസാഹിബ് ഫാൽക്കെ. AR രാജരാജവർമ്മയുടെ വിലാപത്തിൽ അനുശോചിച്ച് ആശാൻ എഴുതിയ ഖണ്ഡകാവ്യം? ഉത്തരം പ്രരോദനം. 2019 ONV സ്മാരക പുരസ്കാരം വിന്നർ? ഉത്തരം T പത്മനാഭൻ. ശക്തിയുടെ കവി, ഗ്രാമീണ കവി എന്നൊക്കെ അറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ഇടശ്ശേരി. ഉടലായം സിനിമ സംവിധായകൻ ആരാണ്? ഉത്തരം ഉണ്ണികൃഷ്ണൻ ആവള. ഗോത്രവർഗക്കാരുടെയും ട്രാൻസ്ജെൻഡറുകളുടെയും കഥ പറയുന്ന സിനിമയാണ് ഉടലായം. ബോക്സിംഗ് ഇതിഹാസം മുഹമ്മദ് അലിയുടെ ആത്മകഥയുടെ പേര്? ഉത്തരം ദ സോൾ ഓഫ് ബട്ടർഫ്ലൈ. ONV കുറുപ്പിന് ജ്ഞാനപീഠം ലഭിച്ച വർഷം? ഉത്തരം 2007. തകഴി ശിവശങ്കരപിള്ള ജ്ഞാനപീഠം അവാർഡ് ലഭിച്ച കൃതി? ഉത്തരം 1984 പുറത്തിറങ്ങിയ കയർ. യുദ്ധവും സമാധാനവും എന്ന കൃതി രചിച്ചത് ആരാണ്? ഉത്തരം ലിയോ ടോൾസ്റ്റോയി. MT വാസുദേവൻ നായർ ജ്ഞാനപീഠം ലഭിച്ച വർഷം? ഉത്തരം 1995. MT വാസുദേവൻ നായർക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതി കാലമാണ്? MT വാസുദേവൻ നായർക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതി നാലുകെട്ട്. SK പൊറ്റക്കാട് ജ്ഞാനപീഠം ലഭിച്ച വർഷം? ഉത്തരം 1980. ഒരു ദേശത്തിന്റെ കഥയ്ക്കാണ് അദ്ദേഹത്തിന് ജ്ഞാനപീഠം ലഭിച്ചത്. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാള കവി ആരാണ്? ഉത്തരം G ശങ്കരക്കുറുപ്പ്. അക്കിത്തം ഏത് കൃതിയിലാണ് വെളിച്ചം ദുഃഖമാണുണ്ണി താമസല്ലോ സുഖപ്രദം എന്ന വരികൾ എഴുതിയത്? ഉത്തരം 20ാം നൂറ്റാണ്ടിലെ ഇതിഹാസം എന്ന കൃതിയിൽ. ആരോഗ്യ ചിന്താമണി എന്ന കൃതി രചിച്ചത് ആരാണ്? ഉത്തരം വള്ളത്തോൾ. ദ ലാസ്റ്റ് ഗേൾ എന്നത് ആരുടെ ആത്മകഥയാണ്? ഉത്തരം നാദിയ മുറാദ്. 2019 ജനുവരിയിൽ കുമാരനാശാന്റെ ഏത് കൃതിയുടെ 100ാം വാർഷികമാണ് ആഘോഷിച്ചത്? ഉത്തരം ചിന്താവിഷ്ടയായ സീത. കോടതി ഭാഷ മലയാളത്തിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് നിയമവകുപ്പ് ആരംഭിച്ച പ്രസിദ്ധീകരണം? ഉത്തരം നിയമധ്വനി. ദ റിയൽ ലൈഫ് മജീഷ്യൻ എന്ന ചെറുചിത്രം ആരുടെ കഥ പറയുന്നതാണ്? ഉത്തരം ഗോപിനാഥ് മുതുക്കാട്. 2019 തകഴി സ്മാരക പുരസ്കാര ജേതാവ്? ഉത്തരം ശ്രീകുമാരൻ തമ്പി. APJ അബ്ദുൽ കലാമിന്റെ ജീവചരിത്രം പ്രമേയമാക്കി നിർമ്മിക്കുന്ന സിനിമ? ഉത്തരം APJ അബ്ദുൽ കലാം ദ മിസൈൽ മാൻ. കേരളത്തിലെ ആദ്യത്തെ പത്രം ഏതാണ്? ഉത്തരം രാജ്യസമാചാരം. മലയാളത്തിൽ ആദ്യമായി പത്രങ്ങളുടെ ഓഡിയോ പതിപ്പ് പുറത്തിറക്കിയത് ആരാണ്? ഉത്തരം കേരള കൗമുദി. ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാളത്തിൽ സാക്ഷരരാക്കുന്ന സാക്ഷരതാ മിഷൻ പദ്ധതി? ഉത്തരം ചങ്ങാതി. 2020 ഫെബ്രുവരി 10 80ാമത് വാർഷികം ആഘോഷിച്ച കാർട്ടൂൺ പരമ്പര? ഉത്തരം ടോം ആൻഡ് ജെറി. ബ്ലാക്ക് സ്റ്റേജ് ദി സ്റ്റോറി ബിഹൈൻഡ് ഇന്ത്യസ് ഹൈ ഗ്രോത്ത് ഇയേഴ്സ് എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഉത്തരം മൊണ്ടേക് സിംഗ് അലുവാലിയ. പത്മശ്രീ പുരസ്കാരം നേടിയ ആദ്യ ട്രാൻസ്ജെൻഡർ ആരാണ്? ഉത്തരം നർത്തകി നടരാജ്. നർത്തകി നടരാജ് ഏത് കലയിലാണ് പ്രശസ്തമായത്? ഉത്തരം ഭരതനാട്യം. 2019 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഉത്തരം N പ്രഭാകരൻ.
സസ്പെൻസുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന പ്രശസ്ത എഴുത്തുകാരി ആരാണ്? ഉത്തരം മേരി ഹിഗ്ലിൻസ് ക്ലാർക്ക്. എ സ്ട്രേഞ്ചർ ഈസ് വാച്ചിങ്, ഡാഡീസ് ലിറ്റിൽ ഗേൾ എന്നിവയാണ് പ്രധാന കൃതികൾ. റോഹിംഗ്യൻ അഭയാർത്ഥികളുടെ കഥ പറയുന്ന സിനിമ. ഉത്തരം കാറ്റ് കടൽ അതിരുകൾ. 2020 പത്മശ്രീ നേടിയ നോക്കുവിദ്യ പാവക്കളി കലാകാരൻ ആരാണ്? ഉത്തരം എം പങ്കജാക്ഷി. 2020 ടൈലർ പുരസ്കാരം നേടിയത് ആരാണ്? ഉത്തരം പവൻ സുഖ്ദേവ്. പരിസ്ഥിതി മേഖലയിൽ നോബൽ എന്നറിയപ്പെടുന്ന പുരസ്കാരമാണ് ടൈലർ പുരസ്കാരം. 2020 ജനുവരി 28 അന്തരിച്ച വാരണാസി വിഷ്ണു നമ്പൂതിരി കഥകളിയുടെ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം മദ്ദളം. 2020 ജനുവരി 28 അന്തരിച്ച പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച ആദ്യ മലയാളി വനിത ആരാണ്? ഉത്തരം ജമീല മാലിക്. 2020 നാടൻ പാട്ടിനുള്ള മികവിന് പത്മശ്രീ ലഭിച്ചത് ആർക്കാണ്? ഉത്തരം മധു മൻസാരി. നാനോ ടെക്നോളജിയിലുള്ള മികവിന് 2020 പത്മശ്രീ ലഭിച്ച മലയാളി? ഉത്തരം ഡോക്ടർ പ്രദീപ്. 2020 പത്മശ്രീ ജേതാക്കളായ ബോംബെ സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ലളിത സരോജ. 2020 നിശാഗന്ധി പുരസ്കാര ജേതാവ്? ഉത്തരം CV ചന്ദ്രശേഖർ. 2019 സരസ്വതി സമ്മാൻ ജേതാവ്? ഉത്തരം വാസ്ദേവ് മോഹി. ചെക്ക് ബുക്ക് എന്ന കഥാസമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. 15 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. 2019 പ്രേം നസീർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഉത്തരം നെടുമുടി വേണു. പവിഴ മല്ലികൾ പൂക്കുമ്പോൾ എന്ന നോവൽ രചിച്ചത് ആരാണ്? ഉത്തരം തസ്ലീമ നസ്രിൻ. പന്ത് പറഞ്ഞ കിസ്സ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഉത്തരം MM ജാഫർ ഖാൻ. പുരോഗമന സാഹിത്യ സംഘത്തിന്റെ ആദ്യ പ്രസിഡന്റ്? ഉത്തരം വൈലോപ്പിള്ളി. ഒരു മലയാളി ഭ്രാന്തന്റെ ഡയറി എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഉത്തരം N പ്രഭാകരൻ. 2019 ഹരിവരാസനം പുരസ്കാരം നേടിയത് ആരാണ്? ഉത്തരം ഇളയരാജ. ഡ്രീംസ് ഓഫ് എ ബില്യൺ ഇന്ത്യ ആൻഡ് ദ ഒളിമ്പിക് ഗെയിംസ് എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഉത്തരം ഗോപിചന്ദ്. ആസിഡ് ആക്രമണത്തിന് ഇരയായ സാമൂഹിക പ്രവർത്തക ലക്ഷ്മി അഗർവാളിന്റെ കഥ പറയുന്ന ചിത്രം? ഉത്തരം ചപാക്. നായിക ദീപിക പദുക്കോൺ, സംവിധായക മേഘ്ന ഗുൽസാർ. ജന്മന അന്ധനായ ഭക്തകവി ആരാണ്? ഉത്തരം സൂർദാസ്. വയനാടൻ പശ്ചാത്തലത്തിൽ കോന്തല എന്ന ആത്മകഥ എഴുതിയത് ആരാണ്? ഉത്തരം കൽപ്പറ്റ നാരായണൻ. ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച സിസ്റ്റർ ജസ്മിയുടെ ആത്മകഥ? ഉത്തരം ആമീൻ. എന്നുടെ ഭാഷ താൻ എന്നുടെ വീട്ടമ്മയന്യാം ഭാഷാ വിരുന്നുകാരി എന്ന് പാടിയ കവി? ഉത്തരം വള്ളത്തോൾ. കന്നഡ എന്ന കവിതയിലൂടെ ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയ കവി? ഉത്തരം മുരുകൻ കാട്ടാക്കട. കരളെരിഞ്ഞാലും തല പുകഞ്ഞാലും ചിരിക്കണ മതേ വിദൂഷകധർമ്മം എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം സഞ്ജയൻ. വൃദ്ധനായ ഒരു കരീബിയൻ സ്വേച്ഛാധിപതിയെ നായകനാക്കി ലാറ്റിൻ അമേരിക്കൻ നോവലിസ്റ്റായ ഗബ്രിയേൽ ഗാർസിയ മാർക്കോസ് എഴുതിയ നോവൽ? ഉത്തരം കുലാധിപതിയുടെ ഹേമന്തം. കേരളത്തിലെ ആഫ്രിക്ക ആരുടെ കൃതിയാണ്? ഉത്തരം K പാനൂർ. പശ്ചിമഘട്ടത്തിലെ ജൈവ വൈവിധ്യം എന്ന വിജ്ഞാന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഉത്തരം ബെന്നി കുര്യൻ. ദേവകി നിലയങ്ങോടിന്റെ ആത്മകഥയുടെ പേര്? ഉത്തരം നഷ്ടബോധങ്ങളില്ലാതെ. കണ്ടൽ കാടുകൾക്കിടയിലെ ജീവിതം എഴുതിയത് ആരാണ്? ഉത്തരം കല്ലേൻ പൊക്കൂടൻ. ഒരു പുളിമരത്തിന്റെ കഥ ആരുടെ നോവലാണ്? ഉത്തരം സുന്ദര രാമസ്വാമി. താരാശങ്കർ ബാനർജിയുടെ ബംഗാളി നോവലായ ആരോഗ്യ നികേതനം മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്തത് ആരാണ്? ഉത്തരം നിലീന എബ്രഹാം. ഓംചേരി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ? ഉത്തരം N നാരായണപിള്ള.
നവഭാരത ശില്പികൾ എന്ന കൃതി രചിച്ചത് ആരാണ്? ഉത്തരം KP കേശവമേനോൻ. കാമസൂത്രം രചിച്ച സംസ്കൃത പണ്ഡിതൻ? ഉത്തരം വാത്സ്യായനൻ. ഒരു കവിയുടെ ഡയറി ആരുടെ ആത്മകഥയാണ്? ഉത്തരം വയലാർ രാമവർമ്മ.